ഹലോ കൂട്ടുകാരെ, ഞാനും എൻ്റെ ലച്ചുമോളും കൂടെ വിചാരിച്ച് ഇപ്രാവശ്യം ഞങ്ങളൊരു പുൽക്കൂട് വീട്ടിൽ തന്നെ റെഡിയാക്കാമെന്നേ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ കേട്ടോ. ഒരു ക്രിസ്മസിന് ഒരു 2 ആഴ്ചയ്ക്ക് മുൻപായിട്ട് ഞങ്ങളിതിൻ്റെ പണിപ്പുരയിലാണേ. അപ്പോൾ കുറേ വീഡിയോസ് എൻ്റെ അങ്ങ് മിസ്സായിപ്പോയി കേട്ടോ. മിസ്സായതല്ല, ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷെ അത് അറിയാതെയാണ് ഡിലീറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ബേസ് ബോർഡ് വെട്ടിയെടുത്താണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയത്. അപ്പം വെട്ടിയെടുക്കുന്നതും പുൽക്കൂട് റെഡിയാക്കുന്നതും പേപ്പറിൽ പെയിൻറ്റ് വെച്ച് ഇത് കളർ ചെയ്യുന്നതും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അങ്ങ് ഡിലീറ്റായിപ്പോയി. വീഡിയോസും ഫോട്ടോസും ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് പോയി. അപ്പോൾ പണിപ്പുരയെല്ലാം റെഡി ആയിട്ടുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ് പൂർത്തിയായത്. പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇതെല്ലാം പിന്നെ ഈ ക്രിസ്മസ് ട്രീയും എല്ലാം ഞങ്ങൾ ഒരു 2 വർഷത്തിന് മുമ്പ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പുൽക്കൂട് മാത്രമായിരുന്നു ഇല്ലായിരുന്നത്. ദേ ഉണ്ണിയേശുവിനെ കണ്ടോ. ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി, അത് ഇന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ, എൻ്റെ ലച്ചുമോളാണ് എടുത്ത് ഉണ്ണിയേശുവിനെ പുൽക്കൂടിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 12:45 സമയം. ദേ ഉണ്ണിയേശു അകത്ത് ഇങ്ങനെ കണ്ടോ, എന്ത് രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ഇവിടെ അടുത്തൊരു പട്ടി കുരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാമോ എന്നെനിക്ക് അറിയില്ല. നാളെ വീഡിയോസ് വന്നു കഴിയുമ്പോഴേ അറിയാനൊക്കത്തുള്ളൂ കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കത്തുന്നതും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നോക്കിക്ക് എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.